ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ പതുക്കെ സംസാരിക്കണേ വെച്ചാൽ ഞാനിപ്പോൾ കണ്ണൂർ ജിതിൻ്റെ വീട്ടിലാണ്. അതുകൊണ്ടല്ല ഞാൻ പതുക്കെ സംസാരിക്കണേ, ഒരടിപൊളി കാര്യം സംഭവിക്കാൻ പോവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വേറെ ആർക്കും അറിയില്ല അത്. അപ്പോൾ ഞാൻ സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയാണ്. സോ ഞാൻ തന്നെ ബഹളം വെച്ച് ഒച്ചയെടുത്ത് എല്ലാവരെയും അറിയിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ നാട്ടിലെത്തിയിട്ട് ഒരു 3-4 ആഴ്ചയായി. ഓൾമോസ്റ്റ് എൻ്റെ വെക്കേഷൻ്റെ ഒരു പകുതി കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് കഴിഞ്ഞു. പിന്നെ കുറച്ച് കാലം വീട്ടിൽ നിന്നു. പിന്നെ അങ്ങോട്ടോടുക ഇങ്ങോട്ടോടുക കാര്യങ്ങൾ ചെയ്യുക, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനെ സമയം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു തവണ കണ്ണൂർ വന്നിരുന്നു. പക്ഷെ ഞാൻ അന്ന് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ കുറച്ച് ക്വാളിറ്റി ടൈം അമ്മയും അച്ഛനുമായിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് ഓർത്തു. വീഡിയോ ഒക്കെ എടുത്ത് ചിലപ്പോൾ അവർക്കതൊരു ചിലപ്പോൾ അത്രയും പരിചയമില്ലല്ലോ, അപ്പോൾ ചിലപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാവുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് കാലം അവരൊന്ന് അഡ്ജസ്റ്റ് ആയി വരണ്ടേ. അപ്പോൾ ആദ്യം വന്നപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ വേറൊരു വിശേഷം കൂടിയുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഞാൻ കണ്ണൂർ ഇവിടെ പിണറായി വീട്ടിലാണ്, ജിതിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ വന്നിട്ടിപ്പോൾ ഇന്നലെ വൈകിട്ട് വന്നു, ഫ്രൈഡേ വൈകിട്ട് വന്നു, ഇന്ന് സാറ്റർഡേ ആയി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിതിൻ വരുന്നുണ്ട് നാട്ടിലേക്ക്. ബട്ട് അത് ഭയങ്കര സർപ്രൈസായിരുന്നു, ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുന്നത് ജിതിൻ ജിതിൻ വരാത്തത് കൊണ്ട് അവിടുന്ന് കുറച്ച് ഗിഫ്റ്റും ചോക്ലേറ്റ്സൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ബോക്സായിട്ട് വരും. അപ്പോൾ ഈ ആഴ്ചയ്ക്ക് എത്തുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ വിശ്വസിച്ചിട്ടുണ്ട് തോന്നുന്നു. അപ്പം അങ്ങനെ ജിതിൻ വരുന്നു, അല്ലെങ്കിൽ ജിതിൻ്റെ ഒരു ഫ്രണ്ട് പോയിട്ട് ബോക്സ് കൊണ്ടുവരുന്നു. കുറച്ച് കഴിഞ്ഞ ശേഷം ജിതിൻ സർപ്രൈസായിട്ട് വരുന്നു. ഇതൊക്കെയാണ് പ്ലാൻ. എന്താവോ എന്തോ, എനിക്കാണെങ്കിൽ ഇവിടെ ഇരുന്ന് ബഹളം വയ്ക്കാനും പറ്റില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്ത് സംഭവിക്കും എന്ന്. അമ്മയൊന്നും ഇല്ലല്ലോ, കാരണം അവിടെ ബാക്കിൽ പിന്നെ ആ സൈഡിലോട്ട് കിച്ചണാണ്. ഇനി അമ്മ എങ്ങാനും കാണുമെന്നറിയില്ല. അപ്പോൾ ഇപ്പം ജിതിൻ തലശ്ശേരി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കാം. ജിതിൻ കൊച്ചിയിലെത്തിയിരുന്നു ഇന്നലെ രാത്രി. അവിടെ നിന്ന് ട്രെയിൻ കയറി തലശ്ശേരി എത്തി. ജിതിൻ്റെ ഇവിടെയുള്ള ഫ്രണ്ട്സ് ജിതിനെ പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. എന്നിട്ട് എത്തിയിട്ട് എന്താവും എന്നൊക്കെ നോക്കാം. ഞാൻ അടിയിൽ പോയിട്ട് ഇനി അവരുടെ അടുത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ അവർക്ക് ഇതൊക്കെ ഒന്ന് ചോദിച്ച്. എനിക്ക് ടെൻഷനാവണം ഇത്രയും ദിവസം കള്ളം പറഞ്ഞിട്ട്. കാരണം പല കാര്യങ്ങൾ പറയുമ്പോഴും എനിക്കിതൊന്നും തുറന്നു പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കഷ്ടപ്പെടുമായിരുന്നു. ഇപ്പം എന്തായാലും കഷ്ടപ്പാടിനൊരു ഫലം ഉണ്ടാവും എന്ന് വിചാരിക്കണം. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ വല്ല വോയിസ് ഓവർ ചെയ്യാം. കാരണം ഞാനിവിടുന്ന് ബഹളം വെച്ച് സംസാരിച്ച് ചിലപ്പോൾ എല്ലാവരും കേൾക്കും. അപ്പോൾ നമുക്ക് എല്ലാവരും ഇപ്പം കേൾപ്പിക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ പോവാം ഇനി. ഓക്കെ, ഞാനിപ്പോൾ ഇത് കുളിച്ച് ജിതിൻ എത്തി എന്ന് പറഞ്ഞ് എനിക്ക് ഇപ്പോൾ മെസ്സേജ് അയച്ചു. അപ്പോൾ ജിതിൻ സ്റ്റേഷനിലെത്തി. ഇതോടെ ഞാൻ എക്സൈറ്റഡ് ആവുള്ളൂ. കാരണം ഓൾമോസ്റ്റ് ഒരു 1.5 മാസത്തിന് ശേഷം, 1-1.5 മാസത്തിന് ശേഷമാണ് ജിതിനെ കാണുന്നത്. ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ജിതിനെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ പോകാൻ. എന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് അടിക്കുമെന്ന് അറിയില്ല. കാരണം ഇത്ര ദിവസം ഞാൻ വീഡിയോ എടുത്തില്ല. പെട്ടെന്ന് എന്താ വീഡിയോ എന്നൊക്കെ തോന്നുമെന്നറിയില്ല. നോക്കി നോക്കാം. ഞാനിപ്പോൾ ഇത് പയ്യെ താഴെ വന്നിട്ട് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ നൈസായിട്ട് വീഡിയോ ഒക്കെ എടുക്കാം, ഇന്നൊരു വ്ളോഗാവാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു എന്ത് കാര്യം പറഞ്ഞിട്ടാണ് വ്ളോഗ് എടുക്കുക, ഒരു കണ്ടൻറ്റ് വേണ്ടേന്നൊക്കെ. രണ്ടാമത്തെ ഇപ്പം എന്താ നാലമ്പല ദർശന ടൈമാ തോന്നുന്നു അല്ലേ? ഞങ്ങളങ്ങോട്ടാ. അച്ഛനെ ഇതുപോലെ ഒരു ഫ്രണ്ട് വിളിച്ച് ചോദിക്കണ്ടായിരുന്നു നാലമ്പലത്തിലോട്ട് എങ്ങനെ പോവാന്നൊക്കെ. നമ്മുടെ അവിടെ തൃപ്രയാറ്, പിന്നെ എല്ലാ ജില്ലയിലും ഉണ്ട് ശരിക്കും. മറ്റേ കോട്ടയം. ശരിക്കുള്ള ഇത് വരുന്നത് തൃശ്ശൂരിലുള്ള അമ്പലങ്ങളാണ്. പക്ഷെ എല്ലാ ജില്ലയിലും ഈ പറഞ്ഞ പോലെ ഈ ശ്രീരാമനും ഭരതനും ശത്രുഘ്നും ഇപ്പൊ ഇങ്ങനെ അതെ ഓരോരോ. എൻ്റെ കൈയൊക്കെ വിറക്കിയായിരുന്നു ഈ സമയത്തൊക്കെ. എനിക്ക് എന്താ ചെയ്യുന്നതെന്ന് തന്നെ ഒരു ഐഡിയ ഇല്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ വീഡിയോ എടുക്കുന്നത്. അമ്മയ്ക്ക് അച്ഛനും ഇതുവരെയായിട്ടൊരു സംശയം തോന്നിയിട്ടില്ല. അപ്പോൾ ജിതിൻ അമ്മ പാല് വാങ്ങാൻ പോയിക്കോ, പുറത്തേക്ക് പാല് വന്നു. അപ്പോൾ ജിതിൻ വന്നിട്ട് പതൊക്കെ ബാക്ക് സൈഡിൽ കൂടെ കയറാമെന്നൊക്കെയാണ് പ്ലാൻ. നോക്കാം.
കുളിച്ച് സുന്ദരി ആയ ശേഷം അമ്മ വീഡിയോയിൽ വരുന്നൊക്കെ. കുളിച്ച് സുന്ദരി ആയതിനു ശേഷം അമ്മ വീഡിയോയിൽ വരുന്നൊക്കെ. എന്നെ കഴുത്ത് പിടിച്ച് ഞാനിങ്ങനെ ശ്വാസം മുട്ടിയിരിക്കായിരുന്നു ഇത്ര ദിവസം. എന്നെ കൊല്ലെന്ന് പറഞ്ഞു. എല്ലാവർക്കും അറിയാം. വാവ അതല്ലേ ഇന്നലെ വന്നേ സർപ്രൈസ് ആയിട്ട്. വാവ വരുന്നത് ജിതിനറിയില്ലായിരുന്നു. എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. ശരിയായിട്ട് അറിയാം. ഞാനിങ്ങനെ എല്ലാവർക്കും അറിയാം. അനുവിനറിയാം. എല്ലാവർക്കും അറിയാം. മിത്തു അതല്ലേ മിത്തുമായിട്ടാ വരുന്നത്. എന്നിട്ട് നീരജ വരുന്നുണ്ട് വെള്ളിയാഴ്ച. കൊച്ചിയിലിറങ്ങി ഇന്നലെ രാത്രി 1:30 മംഗലാപുരം എക്സ്പ്രസിന് ഇത് എല്ലാരോടും സർപ്രൈസ്. അതിനല്ല സർപ്രൈസ് എന്ന് പറയുന്നത് വീഡിയോ. വാവ ഇത് കണ്ടുപിടിച്ച് സർപ്രൈസ് ആയി വരും. അമ്മയ്ക്ക് അപ്പൊ എന്റെ ഇതൊന്നും ഡൗട്ട് അടിച്ചില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് എനിക്ക് ഇടയ്ക്ക് കിളി പോയിട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് പറയാൻ വരും ഇങ്ങനെ ആ ജിതിൻ ഇങ്ങനെ ഞാൻ വർത്താനം പറഞ്ഞു കേട്ടോ. സംസാരിക്കും. അമ്മ കേൾക്കും. ഇവിടുന്ന് നല്ലോണം കേൾക്കുന്നതാണെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു കിച്ചണിലായിരിക്കും അതുകൊണ്ട് കേൾക്കൂല. എന്റെ കൈയൊക്കെ വിറയ്ക്കണു. ശിരാഗ് മാവിയും കൂടി രാവിലെ പോയി കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു കാടാണ് വരണ്ടാന്ന്. അപ്പൊ അതിനെന്നെ വരണം. ആ ചേച്ചിക്കറിയാം. ഞാൻ വരുന്നതും ചേച്ചിക്കും മിത്തുവേട്ടനും അറിയായിരുന്നു. ആ ചേച്ചി എന്നിട്ട് ചിത്ത് വന്നിട്ട് വരാതിരിക്കുക. അച്ഛനെ ഞെട്ടിന്നൊക്കെ ഉണ്ട്. ഇവൻ ഇന്നലെ രാത്രി എത്തി കൊച്ചിയില്. കൂടെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന്. അവളുടെ അമ്മയുണ്ട്. നമുക്ക് എല്ലാരും സർപ്രൈസ് ആക്കാം. നാളെ എല്ലാരും വീട്ടില് സർപ്രൈസ് ആയിട്ട് പോയിട്ട് സർപ്രൈസ് എന്ന് പറയാം. അത് രസമല്ല. അത് രസമാണ്. ടിക്കറ്റ് മുന്നേ ബുക്ക് ചെയ്തില്ല. എനിക്ക് അറിയില്ലല്ലോ മുന്നേ ഇങ്ങനെ വരാനൊന്നും പറ്റില്ല. ഈ ദിവസം മാത്രമേ പറ്റുള്ളൂ. അതിന്റെ ഇടയിൽ സംഭവിച്ചോളൂ. ആ അമ്മ ഇന്നലെ പോയിട്ട് അപ്പൊ പറഞ്ഞു ശീലേച്ചി പറഞ്ഞത്ര വാവ സർപ്രൈസ് ആയിട്ട് വന്നു. ബുധനാഴ്ച വാവ വന്നില്ലല്ലോ. എന്നോട് പറഞ്ഞത് വരുന്നില്ല ചിത്തോട്ടെ. ഞാൻ 15 വരുന്നു. എന്നെ പരിചയമായി. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങക്ക് പ്ലേ സ്റ്റേഷനിലുണ്ട്. ഇപ്പൊ ചെറിയ കുട്ടിയാണെന്നെല്ലാം പറഞ്ഞിട്ടല്ലേ ചിരിക്കും. ഞാൻ ജിത്ത് ഫോണായിക്കൂന്ന് പറഞ്ഞില്ല. നിന്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞില്ല. എന്റെ ഫോണ് എന്റെ കൈയൊക്കെ വിറക്കിയിരുന്നു ഇങ്ങനെ. ടെൻഷനായി പോയി ഞാൻ. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ കിച്ചണിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് വർത്താനം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ജിതിൻ അങ്ങ് കയറി വരികയാണ് ചെയ്തത്. അതായിരുന്നു സർപ്രൈസായിട്ട് ജിതിൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ ചെയ്യാം, അപ്പോൾ ഒട്ടും അച്ഛനും അമ്മയും പ്രതീക്ഷിക്കില്ല എന്നൊക്കെ. അച്ഛനും അമ്മയും എന്തായാലും അടിപൊളിയായി നല്ല രീതിക്ക് തന്നെ സർപ്രൈസ് ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അച്ഛൻ്റെ കണ്ണൊക്കെ ഒന്ന് ചെറുതായി നനഞ്ഞിരുന്നു. അത് ഞാൻ കണ്ടു. പിന്നെ ഞാൻ അത് വീഡിയോ എടുത്തില്ല, പാവല്ലേ. അമ്മ ഭയങ്കരമായിട്ട് അമ്മ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. അങ്ങനെ ഇത് ജിത്തുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഇവിടെ കൊണ്ടുവന്നാക്കി അമ്മയ്ക്കുള്ളത് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊടുത്തു.
ജിതിൻ ഇപ്പോൾ നാട്ടിലെത്തിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് കഴിഞ്ഞു. ഈ വീഡിയോ പുറത്തു വരാൻ ലേറ്റ് ആയതിൻ്റെ കാരണം ഞങ്ങളൊരു ചെറിയ ട്രിപ്പിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നാട്ടിലെത്തി ഞാനിത് വീഡിയോസൊക്കെ പുറത്തിറക്കാൻ തുടങ്ങി. ബട്ട് അച്ഛനും അമ്മയും ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം അവർ കുറച്ച് പ്രൈവറ്റ് ആൾക്കാരാണ്. ജിതിനെ പോലെ തന്നെ അത്രയും അങ്ങനെ വീഡിയോസിലൊന്നും വരാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. ബട്ട് സ്റ്റിൽ ഇത് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ എടുത്തു. ഇത് പിന്നെ അവർ ഓക്കെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് ഇത് ഈ ഒരു സന്തോഷം കണ്ടപ്പോൾ ഞാനും ഹാപ്പി, ജിതിനും ഹാപ്പി. നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട ആ ഒരു എഫേർട്ടിനൊക്കെ ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും ഇപ്പോൾ ഇത് അച്ഛനും മകനും അമ്മയും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. ഇതെങ്ങനെ ഇതിനകത്ത് വെച്ച് എന്നിട്ട് ഞാൻ ദീപ്തുവിന്റെ പാർട്ടിയില്ലേ ദീപ്തുവിനൊക്കെ അറിയാം. ദീപ്തുവിനും എല്ലാവർക്കും അറിയാം. അറിയണ്ടല്ലോ. എല്ലാവർക്കും ചായ കുടിക്കാനോ? ആ ഇതേടാ അത് കഴിയട്ടെ, നീ ബഹളം വെക്കണത്. ഇത് ആദ്യം കൺട്രോളറൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ ഐശ്വര്യായി കൊടുത്തോളൂ. കളിച്ചു വളരൂ മോനെ, കളിച്ചു വളരൂ. ഇന്ന് മാമ അവിടെ പോയിട്ടൊരു കാര്യം. നമുക്ക് മണ്ടനെ പോലെ ഉണ്ട് മുടി വെട്ടിട്ട്. നല്ല ലൈറ്റ് ഇവിടുത്തെ, ഞാൻ വെളുത്തിരിക്കുന്നു. അങ്ങനെ ഇത് നമ്മുടെ ആള് നാട്ടിൽ എത്തിയിരിക്കും. പിടിച്ചോ? വളരെയധികം. എങ്ങനെയുണ്ട് സർപ്രൈസിനെ കുറിച്ച് പറയൂ, എന്ത് തോന്നുന്നു? ആർക്ക് പേടിച്ചു? അമ്മ പേടിച്ചു. അമ്മ കുറച്ചൊരു 2 സെക്കൻഡ് ഇങ്ങനെ നിന്നു, എന്താ സംഭവിക്കണേന്ന് പറഞ്ഞിട്ട്. അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ എന്നുള്ളൊരിതിലായി. ബട്ട് രണ്ടുപേരും ഹാപ്പിയാണ്. നമുക്ക് അമ്മയുടെ അടുത്ത് പറ്റുകയാണെങ്കിൽ അമ്മയുടെ അഭിപ്രായം ചോദിക്കാം. അപ്പോൾ വരുമെന്നറിയില്ല. എന്തൊക്കെയാണ് നമ്മുടെ. അപ്പോൾ നമ്മളിത് ജിതി വന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ജിതിയുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് പിക്ക് ചെയ്ത് വന്നതൊക്കെ, ഷിരാഗൻ വാവ. സോ അവർ ഇവിടെ ഉണ്ടായി, ഫുഡ് കഴിച്ചു. സൗണ്ട് അമ്മ കിച്ചണിൽ വർക്ക് ചെയ്യണതിൻ്റെയാണേ. ഞാനും കഴിച്ചു. ഇപ്പം നമ്മൾ രണ്ടുപേരും ഇതേ ഹാളിൽ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നു. ഇല്ല, നിന്നെ ഞാൻ തിരിച്ചു പറഞ്ഞേക്കും. കൊണ്ടുവന്ന പോലെ അങ്ങോട്ട് കൊടുത്ത് പറഞ്ഞേക്കുക. എനിക്കിത് പൂച്ച കിണർ കഴിക്കണ്ടോ? നമ്മളപ്പോൾ ഇതേ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ജിതിനൊന്ന് പോയി കുളിയൊക്കെ പാസ്സാക്കി വന്നു. അമ്മ അടുക്കളയിൽ മീൻ വറക്കുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ സ്ക്രീനിന്, നോക്കാം. പിന്നെ ഇത് ജിതിൻ അമ്മയ്ക്കൊരു ഫോണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുക, ആ ഒരു പരിപാടിയിലാണ്. ഓഫ് മെക്കാനിക്. ഇതിലുള്ള കൂടുതൽ പൊടിയൊക്കെ അമ്മയ്ക്ക് കൊണ്ടൊന്നല്ലേ, അമ്മയല്ലേ ഓണാക്കണ്ടേ. ഉദ്ഘാടിക്കാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് വരാം. എന്തായാലും ഇവിടെ വീട്ടിൽ പോയി തിരിച്ചു വരണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് പനിയെല്ലാം മാറട്ടെ. എന്നിട്ട് ഞാൻ പെൻഡ്രൈവ് വരാം. അതെ, അപ്പോഴത്തേക്ക് ഒന്ന് ശരിയാവല്ലോ. എന്നിട്ട് പെൻഡ്രൈവ്. ശരി, എന്നാ പിന്നെ റെസ്റ്റ് എടുക്ക്. ഓക്കെ, അമ്മക്ക് കൊടുക്കാം. അമ്മക്ക് എന്താ പറയാനുണ്ട്? പിന്നെ ഇപ്പോഴത്തെ കുരുമുളക് വെക്ക്, 6 അടിയുള്ള പൈപ്പ്, പ്ലാസ്റ്റിക് പൈപ്പ് മേടിക്കുക. എന്നിട്ട് പിന്നെ ഇതില് കുരുമുളക് ഭയങ്കര ഇതാണ്. അച്ഛനിതേ പുറത്തൊക്കെ പോയി വന്നു. നമ്മൾ അതിനുശേഷം കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ജിതിൻ്റെ കുറച്ച് റിലേറ്റീവ്സിനൊക്കെ വിളിച്ച് സംസാരിച്ചു. കാരണം ആർക്കും അറിയണ്ടായിരുന്നില്ല ജിതിൻ വരുന്ന കാര്യം. അപ്പോൾ വന്നിട്ട് എല്ലാവരും ഒന്ന് വിളിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. എല്ലാവരും ഹാപ്പിയായി. എല്ലാവരും ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് എല്ലാവർക്കും ഭയങ്കര സർപ്രൈസ് തന്നെയായിരുന്നു.
ഇന്ന് ജിതിൻ വരുന്നു എന്നൊന്നും അമ്മയ്ക്ക് അറിയണ്ടായിരുന്നില്ല. ബട്ട് എന്നാലും ഞാൻ അമ്മയ്ക്ക് ചെറുതായിട്ട് ജിതിന് ഇഷ്ടമുള്ള കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. എനിക്ക് കഴിക്കാനാ, എനിക്ക് ട്രൈ ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അമ്മ അത് കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി നല്ല മീൻ വറുത്തതും നല്ല അടിപൊളി കറികളും ഒക്കെ ആയിട്ട് അതേ ജിതിൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫൈനലി ജിതിൻ, ഞാൻ ഇത്രയും കാലം ഫോട്ടോ കാണിച്ച് കൊതിപ്പിച്ച് സൂപ്പറായോ? എന്തെങ്കിലും വരുന്നുണ്ടോ? നമ്മളിപ്പോൾ അതേ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്, ഒപ്പം വെയിലും ഉണ്ട്. അപ്പോൾ ഇനി ജിതിൻ്റെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോവാം, ഫാമിലി റിലേറ്റീവ്സ്. നല്ല മഴ. അപ്പോൾ ഇനി അവിടെ പോയിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, കാരണം അവർക്കത് എത്രത്തോളം ഇഷ്ടപ്പെടും എന്നറിയില്ലല്ലോ. അപ്പം അങ്ങനെ വീഡിയോ എടുക്കുന്നില്ല. അപ്പം എന്തായാലും ഒരു ചെറിയ വീഡിയോ ആണിത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും പോണ വഴിക്ക് അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ അഭിപ്രായം ചോദിച്ചേക്കാം. ജിതിൻ സർപ്രൈസായി വന്നതിനെക്കുറിച്ച് അവർക്ക് എന്ത് തോന്നി എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം, അവരെന്ത് പറയുമെന്ന് നോക്കാം. അതോടുകൂടി നമുക്ക് ഈ വീഡിയോ ഇന്നത്തോടെ നിർത്താം. അത് കഴിഞ്ഞിട്ട് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ കുറച്ച് നേരം മഴയൊക്കെ കണ്ടൊന്ന് ആസ്വദിച്ചിരിക്കട്ടെ. ഞാനിപ്പോൾ റെഡിയായി വന്നു. അപ്പോൾ ജിതിൻ്റെ അച്ഛൻ്റെ ഫാമിലി, അതുപോലെ അമ്മയുടെ ഫാമിലിയിലും പിന്നെ അതുപോലെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകണം, കാരണം നമ്മൾ ജിതിൻ വന്നിട്ട് പോകാമെന്ന് ഇങ്ങനെയുള്ള പ്ലാനിലായിരുന്നു ഞാൻ. അപ്പോൾ ഇവർക്കറിയില്ലായിരുന്നു ജിതിൻ വരുന്നു. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു അടുത്ത തവണ ഞാൻ ഇനി വരുമ്പോൾ പോകാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ഇട്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പം നമുക്കധികം ദിവസം ഇല്ലാത്തതുകൊണ്ട് ഇനി പെട്ടെന്ന് എല്ലായിടത്തും പോയി എല്ലാവരും ഒന്ന് കാണണം. അങ്ങനെ അതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ പ്ലാൻ. അച്ഛന്റെ ബെഡ്റൂമിന്റെ അത് ഓർത്തില്ല. ഇന്നത്തെ എക്സ്പീരിയൻസ് പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ് ചെയ്തത്? സന്തോഷമായോ? പ്ലാൻ ചെയ്ത പോലൊക്കെ നടന്നു? എല്ലാം നടന്നു. ഒത്തിരി ആർക്കും അറിയോ കേക്ക്? മത്തി പൊരിച്ചു. അതാണോ സന്തോഷം? മത്തി പൊരിച്ച് കിട്ടി, ഭക്ഷണം കിട്ടിയതാണ്. 7 മാസം പുഴുങ്ങിയ അമ്മയ്ക്ക് അച്ഛനെ എങ്ങനെയുണ്ട് ജിതിൻ സർപ്രൈസ് ആയി വന്നതിനെ കുറിച്ച്? അമ്മയ്ക്ക് ഇപ്പോഴേ പ്രേമാനോട് പറഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഒന്നും അറിയാതെ കണ്ട് വന്നതാണ്. ഓരോ തമാശയല്ലേ ഇൻസ്റ്റാഗ്രാം ട്രെൻഡ്. സച്ചേച്ചിയോട് ഞാൻ പറഞ്ഞു ഇപ്പൊ പുഷ്പ പറഞ്ഞു ഇപ്പൊ ടിവിയിലെല്ലാം സർപ്രൈസ്. പക്ഷെ നിങ്ങൾക്ക് ഹാപ്പി ആയില്ലേ ജിതിൻ വരില്ല എന്നൊട്ടും? നിങ്ങൾ അങ്ങനെയല്ല, നമ്മള് വരില്ല, നീ ഒറ്റക്കന്നെ. ഞാൻ എല്ലാരോടും ബന്ധുക്കളോടും മുഴുവൻ ഞാൻ പറഞ്ഞു നീരജ വന്നിട്ടുണ്ട്. എന്നിട്ട് അവര് ചോദിക്കുന്നത് ജിത്ത് വന്നിട്ടുണ്ടോന്ന്. ഇല്ല, വന്നിട്ടില്ല. പിന്നെ അന്നേരം അവളൊറ്റക്ക് പോവും. ഞാൻ പറഞ്ഞു ഒറ്റക്ക് വരുമ്പോ പോവെല്ലാം ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ എന്തെങ്കിലും ഉണ്ടാവും. അതെ, ഒട്ടും ഒന്നും നിങ്ങൾ ചിന്തിച്ചില്ല. എന്നാലൊരു ആഗ്രഹം ഉണ്ടാവില്ല എവിടെയെങ്കിലും ജിതിൻ വരുമായിരിക്കും, അങ്ങനെ ഒരു ചിന്തയില്ല? അങ്ങനെയൊന്നും ചിന്തിച്ചില്ല? കൂടുതലൊന്നും ചിന്തിക്കാൻ പോയില്ല. 6 മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ ആഗസ്റ്റ് 1 എന്നല്ല പറഞ്ഞ. നീ സർപ്രൈസ് അല്ലേ? ഞാനും സർപ്രൈസ് ആയിട്ട് റീസൺ ഉണ്ടല്ലോ, നിന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും ചിന്തിച്ചില്ല. പിന്നെ ശ്രീരാഗിന് 2 പാക്കറ്റ് അമ്മേ ഇന്ന് കൊടുക്കണം, മറ്റേതമ്മേ. ഫുള്ള് അഭിനയല്ലേ, അഭിനയിച്ച് തകർത്തു ജിതിൻ. എല്ലാം പറഞ്ഞ് അച്ഛൻ തലേദിവസം മറ്റേ പാർസൽ വരുമെന്ന് ചോദിച്ചാൽ അതും പറഞ്ഞു. അല്ല, ഇവള് വന്നേരത്തെ എനിക്ക് പിന്നെ ഒരു ചെറിയൊരു സംശയം. അതെന്താണ് റീസൺ? ഇന്നലെ വന്നപ്പോൾ ടിക്കറ്റ് ബുക്ക് ഇവരെന്നോട് ചോദിച്ചു തിരിച്ചപ്പോഴാ പോണേന്ന്. അപ്പൊ ഞാന് നിന്റെ കാര്യം എനിക്കില്ല. നീ എടാ നീ പിന്നെ അച്ഛനോട് പറഞ്ഞേ ഇവള് 3 ദിവസം. അതെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അപ്പൊ ഞാനത് തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ എനിക്കൊരു ചെറിയൊരു എന്തോ ഒരു, പക്ഷെ ഈ ഒരു തരത്തില് നിന്റെ തരത്തിലില്ല, എന്തോ ഒരു വഴി പെശക ഉണ്ട്. സാധാരണ നീ വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ബുക്ക് ചെയ്തില്ലേ വരുന്നത്? അതെ, അതുകൊണ്ട് ഇങ്ങനെ തന്നെ എന്റെ അച്ഛനെ കണ്ടുപിടിച്ച് അങ്ങോട്ട് മാത്രം ബുക്ക് ചെയ്തു, എന്താ തിരിച്ചു ബുക്ക് ചെയ്യാൻ പറയാത്തേന്ന് പറഞ്ഞിട്ട്. അച്ഛൻ എന്നോട് പറഞ്ഞു 3-ാമത്തെ ദിവസം പോകുന്ന
പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിത്തുവോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. ഇവളോട് ഞാൻ ചോദിച്ചു, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കുട്ടികളോട് ചോദിച്ചെടുത്ത് റിട്ടേൺ ഇല്ല. ഞാൻ പെട്ടെന്ന് ഞെട്ടി, ഞാൻ എന്താ പറയണ്ടേന്നായിപ്പോയി. റിട്ടേൺ ഇല്ല എന്ന് കണ്ടാൽ തന്നെ എനിക്ക് എന്തോ ഒരു പഠിക്കണം. കാരണം പറയാൻ പറ്റില്ല, സൺഡേ പോകുമെന്ന് പറയാനും പറ്റില്ല. അപ്പൊ പിന്നെ ഡൗട്ടാവും അതെന്താ പെട്ടെന്ന് പോണേന്ന് ഇങ്ങനെ. അപ്പൊ ഞാൻ അത് തീരുമാനിച്ചിട്ടില്ല. എന്റെ കാര്യം പറഞ്ഞാൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പാർസൽ വന്നിട്ടില്ല, എന്തുകൊണ്ട് എന്നുള്ളതാണ്. അതെ അതെ, അതാണ് എന്റെ മനസ്സിൽ. എന്തായാലും ഞങ്ങളുടെ പ്ലാനിങ് അടിപൊളിയായിട്ട് വിജയകരമായി വിജയിച്ചു. അതെ, അടിപൊളി സർപ്രൈസ് ആയില്ലേ. ഇല്ല ഞാനെന്നിട്ട് ഇതേതൊരു വാച്ച് കിട്ടിയ കൈ അമ്മ ഏതോ ഒരു പുരുഷൻ എന്നെ പിടിക്കും. ഒരു വാച്ച് ആദ്യം വാതിലിങ്ങോട്ട് തുറക്കുന്നു. അച്ഛങ്ങനെ ഇതാരത് അല്ല, ഈ പിന്നെ നീരു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇരിക്കുന്ന കസേര സ്റ്റൂളിൽ എടുക്കാവുന്ന ഇരിക്കുകയും ചെയ്യുന്നു. ഞാനിട്ട് ചോദിച്ചു. അതാണ് ഞാൻ സാധാരണ അത് വിചാരിച്ചു. ഞാൻ അവിടെ ഇരിക്കാറില്ല. ഫുഡ് കഴിക്കുമ്പോ നീര് എഴുന്നേറ്റ് അങ്ങോട്ട് പോവുമല്ലോ, ഇതെന്താ ഇന്ന് പോവാതെ അച്ഛന്റെ സീറ്റിൽ ഇരിക്കുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഫോട്ടോ എടുക്കുന്നു. അപ്പൊ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ആദ്യം കാണില്ലേ, എനിക്ക് വീഡിയോ എടുക്കാനും പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അവിടെ ഇരുന്നു. സാധാരണ അച്ഛൻ ഫുഡ് ഞാൻ ഇപ്പുറത്തോട്ട് മാറിയിരിക്കാറുണ്ട്. നോക്ക്, ഇവരിപ്പൊ ചിന്തിച്ചിട്ട് ഇവർക്ക് ഇപ്പൊ ഇതൊക്കെ അപ്പൊ ചിന്തിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഡൗട്ട് അടിച്ചാനായിട്ട്. അങ്ങനെ നമ്മൾ വിജയകരമായി ജിതിന്റെ സർപ്രൈസ് പൂർത്തീകരിച്ചിരിക്കുന്നു. ഇതിന് സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. സക്സസ് ഇതിന് അതെ സഹകരിച്ച എല്ലാവരോടും നന്ദി എന്നൊക്കെ. എല്ലാവരുടെയും മുഖത്ത് ഈ ഒരു ചിരിയും സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഞങ്ങളും ഹാപ്പി, അവരും ഹാപ്പി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സർപ്രൈസ് വിജയകരമായി അങ്ങനെ ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു. ഈ ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ തൃശ്ശൂർ പോവാണ്. തൃശ്ശൂരിൽ നിന്ന് പിന്നെ നമ്മളൊരു 1 വീക്ക് ട്രിപ്പിന് പോവാണ്. അടുത്ത വീഡിയോ നമുക്ക് കുറച്ച് ട്രിപ്പ് വിശേഷങ്ങളായി കാണാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ടാറ്റാ.